ഉച്ചഭക്ഷണം റെഡിയാക്കി വെച്ചിട്ട് അനുമോൾ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഫുഡ് റെഡിയായി, എല്ലാവരും വരൂ. അനുമോൾ വിളമ്പി കൊടുക്കുകയാണ്. എന്നും ഭക്ഷണം വിളമ്പുമ്പം ആര്യം വന്നിട്ട് പറയും കുറച്ചുകൂടി തന്നു. അപ്പോൾ അനുമോൾ പറയും എല്ലാവർക്കും കൊടുത്തിട്ട് തരാം മോനെ ബാക്കിയുണ്ടെങ്കിൽ. അനുമോൾ അതിനിടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ജിസേൽ എന്തുവാ ജിസേൽ കാണിക്കുന്നത്, എല്ലാം എടുത്തുകൊണ്ട് പോയി ജിസേൽ, എല്ലാവർക്കും കൊടുക്കണ്ടേ ജിസേലെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. രാജ്മ കൊണ്ടുള്ള മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയായിരുന്നു. ആദ്യമെല്ലാം കുറേശ്ശെ എല്ലാവർക്കും കൊടുത്തതാണ്. പക്ഷേ പിന്നീട് വന്നവരെല്ലാവരും തനിയെ വിളമ്പാൻ തുടങ്ങി. തനിയെ വിളമ്പിയത് കാരണം അവസാനം വന്ന കുറച്ച് പേർക്ക് അത് കിട്ടിയതുമില്ല. അനുമോൾ നോൺ വെജ് വിളമ്പുന്ന സെഷനിലായതുകൊണ്ട് ഈ പയർ മെഴുക്കുപുരട്ടി വിളമ്പിയത് അവർ തനിയായിരുന്നു. അപ്പോൾ അവസാനം വന്ന അനീഷിനൊക്കെ വളരെ കുറച്ചാണ് കിട്ടിയത്. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ പോലും കിട്ടിയിട്ടില്ല. അനുമോൾ പറയുന്നുണ്ട് എനിക്കും കിട്ടിയില്ല, ഞാൻ എടുത്ത് വെച്ചില്ല, ഇനി ഞാൻ എടുക്കത്തതല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അവസാനം വന്നപ്പോൾ 2 or 3 പയർ മാത്രമാണ് ആ ഒരു ഫ്രൈ പാനിൽ കിടക്കുന്നത്. ആദ്യം വിളമ്പി എടുക്കുന്നവർ പുറകെ വരുന്നവർക്ക് ഉണ്ടോ, അവർക്ക് കിട്ടുമോ എന്നുള്ളത് ആലോചിച്ചിട്ട് വിളമ്പുന്നത് അതൊരു പ്രത്യേകത തന്നെയാണ്. ജിസേലൊക്കെ കോരിക്കൊണ്ട് പോയതിന് അനുമോൾ അവിടെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് കഴിക്കണ്ടേ, ബാക്കിയുള്ളവർക്ക് കൊടുക്കണ്ടേ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജിസേൽ അതിന് പറയുന്ന ബാക്കി അവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2-3 കറികളുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. എന്നത്തെയും പോലെ എല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുത്തതിന് ശേഷം മാത്രമാണ് അനുമോൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നത്.